നമസ്കാരം. തുടർച്ചയായ വർഷങ്ങളിലൊക്കെ നിപ സ്ഥിരീകരിച്ചിട്ടും സ്രവ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കാനൊരുങ്ങിയ ബയോസേഫ്റ്റി ലെവൽ 3 വൈറോളജി ലാബിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. കേരളത്തിൽ ഇത് 5ാം തവണയാണ് നിപ ബാധ സ്ഥിരീകരിക്കുന്നത്. അപ്പോഴും ലാബ് നിർമ്മാണം 4 വർഷമായിട്ടും എങ്ങും എത്തിയിട്ടില്ല. കോവിഡ് മൂലം 2 തവണ മുടങ്ങിയ നിർമ്മാണം 2021 കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പുനരാരംഭിച്ചത്. നിലവിൽ BSL-2 ലാബിൽ നിപയടക്കം എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും ആധുനികവും സങ്കീർണവുമായ ലെവൽ 3 ലാബ് വരുന്നതോടെ ടെസ്റ്റുകൾക്കും കൂടുതൽ സൗകര്യവും സുരക്ഷിതത്വവും ലഭിക്കും. പഴുതടച്ച് സുരക്ഷിതമായ അന്തരീക്ഷത്തിലായിരിക്കും BSL-3 ലാബിൽ രോഗനിർണയവും ഗവേഷണവും നടക്കുക. ശ്വാസത്തിലൂടെ പകരുന്ന രോഗാണുക്കൾ അന്തരീക്ഷത്തിലുണ്ടാകുമെന്നതിനാൽ പൂർണ്ണമായും കവചിതമായ സംവിധാനത്തിലാണ് ലാബ് പ്രവർത്തിക്കുക. സെന്റർ ഫോർ ഡിസീസ് കൺട്രോളാണ് ലാബുകളെ BSL-1 മുതൽ 4 വരെയുള്ള ക്രമത്തിൽ വേർതിരിക്കുന്നത്. BSL-4 വൈറോളജി ലാബ് രാജ്യത്ത് പൂനെയിൽ മാത്രമാണുള്ളത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അനുവദിച്ച 5.5 കോടി രൂപയിൽ ആരംഭിച്ച പ്രവൃത്തിക്ക് 2019 ഭരണാനുമതി ലഭിച്ചിരുന്നു. 11 കോടിയാണ് പുതുക്കിയ എസ്റ്റിമേറ്റ്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേനയാണ് പ്രധാന ഉപകരണങ്ങൾ വാങ്ങുന്നതും. ICMR പ്രോട്ടോകോൾ പ്രകാരം അന്തിമ സ്ഥിരീകരണം പൂനെയിലെ വൈറോളജി ലാബിൽ നിന്ന് ലഭിക്കണമെങ്കിലും ഇവിടുത്തെ BSL-3 ലാബിലെ ടെസ്റ്റിൽ നിന്ന് കൃത്യമായ ഫലം ലഭിക്കുന്നത് പ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും സഹായിക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ ദേശീയതലത്തിൽ പരിശോധനാ സംവിധാനം വിപുലമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ICMR വൈറൽ ഡയഗ്നോസ്റ്റിക്സ് സൗകര്യമുള്ള ലാബ് സ്ഥാപിക്കുന്നത്. അതേസമയം വൈറോളജി ലാബ് പ്രാവർത്തികമാക്കുന്നതിൽ കടുത്ത അനാസ്ഥ തുടരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീപനം പ്രതിഷേധാർഹമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞു. 2019 ജൂണിലാണ് 5.5 കോടി ചെലവിൽ കോഴിക്കോട് വൈറോളജി ലാബ് നിർമ്മിക്കാൻ കേന്ദ്ര അനുമതി ലഭിച്ചത്. 2020 നിർമ്മാണം തുടങ്ങിയെങ്കിലും ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. കരാർ പ്രകാരം 2022 ലാബ് പ്രവർത്തന സജ്ജമാകേണ്ടതായിരുന്നുവെന്നും ഫിറോസ് പറഞ്ഞു. അതേസമയം മലപ്പുറത്ത് ഒരാൾ കൂടി നിപ ലക്ഷണത്തോടെ ICUവിൽ ചികിത്സ തേടി. മലപ്പുറം സ്വദേശിയായ 68-കാരനാണ് ചികിത്സയിൽ കഴിയുന്നത്. സാമ്പിൾ പൂനെയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മരിച്ച കുട്ടിയുമായി സമ്പർക്കമില്ലാത്ത ആൾക്കാണ് രോഗലക്ഷണം. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് കേന്ദ്ര സംഘം കേരളത്തിലേക്ക് എത്തും. സാങ്കേതികം, വൈറസ് ബാധ കണ്ടെത്താനുള്ള പരിശോധന എന്നിവയ്ക്ക് ഈ സംഘം സഹായം നൽകും. ആരോഗ്യ മന്ത്രാലയത്തിലെ സംഘം ഉടൻ കേരളത്തിലെത്തുമെന്നും കേന്ദ്ര വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകി. രോഗിയുടെ 12 ദിവസത്തെ സമ്പർക്കം കണ്ടെത്തി അവരെ അടിയന്തരമായി ക്വാറന്റൈനിലാക്കണം. സാമ്പിൾ പരിശോധിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. മോണോക്ലോണൽ ആന്റിബോഡി സംസ്ഥാനത്തിന്റെ അഭ്യർത്ഥന പ്രകാരം നേരത്തെ അയച്ചെന്നും എന്നാൽ രോഗിയുടെ അനാരോഗ്യം മൂലം നൽകാനായില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്നവരെ ക്വാറന്റൈൻ ചെയ്യാനും നിപ ലക്ഷണങ്ങൾ സംശയിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. രോഗിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നവരെയും സമ്പർക്കം സംശയിക്കുന്നവരെയും സംബന്ധിച്ച് വിവരങ്ങൾ അടിയന്തരമായി ശേഖരിക്കാനും രോഗബാധ വൈകാതെ കണ്ടെത്തുന്നതിനായി ഇവരുടെ സ്രവ പരിശോധനയ്ക്കുള്ള സൗകര്യം ഒരുക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വൺ ഹെൽത്ത് മിഷനിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്ന കേന്ദ്ര സംഘത്തെയാണ് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തിനായി വിന്യസിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം നിപ രോഗപ്രതിരോധത്തിനുള്ള ആന്റിബോഡികൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അയച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. സ്രവ പരിശോധന ത്വരിതപ്പെടുത്താൻ ഒരു മൊബൈൽ ബയോസേഫ്റ്റി ലെവൽ 3 ലബോറട്ടറി കോഴിക്കോട് എത്തിച്ചേർന്നതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു. നിപ സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായതിനാലാണ് ആന്റിബോഡി നൽകാനാകാത്തതെന്നും മന്ത്രാലയം അറിയിച്ചിരുന്നു.